ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ ഞാനൊന്ന് അമ്മയുടെ കുഞ്ഞ് കിച്ചൺ ഗാർഡനിലോട്ട് വന്നതാണ്. ഇവിടെ നിന്നൊരു സാധനം എടുക്കാനുണ്ട്, സ്റ്റൂവിൽ ചേർക്കാനേ. കുറച്ച് പച്ചക്കറികളൊക്കെ ഇപ്പോൾ പിടിക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ, തക്കാളി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാൻ വന്നത് ഒരു കുഞ്ഞു കോളിഫ്ലവർ ഇവിടെ പിടിച്ച് നിൽപ്പുണ്ടേ. കോളിഫ്ലവർ അമ്മ ഇങ്ങനെ ചട്ടിയിൽ ഒരു 3-4 നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരെണ്ണം ആയിട്ടുണ്ട്. പക്ഷേ കണ്ടോ, തീരെ ചെറുതാട്ടോ. ഇതെന്താ ഇങ്ങനെ ആയതെന്ന് അറിയത്തില്ല. നേരത്തെ പണ്ടൊക്കെ വെക്കുമ്പോൾ നല്ല വലുതാവുമായിരുന്നു. ഇതിപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കാനുള്ള അത്ര ഒരു കുഞ്ഞ് സൈസ്. ആവശ്യത്തിന് വളം കിട്ടാത്തതുകൊണ്ടാണോ അതോ വെയിലില്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഈ ഒരു സ്ഥലത്ത് കുറച്ച് വെയിൽ കുറവാണ്. എന്തായാലും എൻ്റെ ഒരു കയ്യിൽ ഇരിക്കാനുള്ള അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ചെറുതായിരുന്നു കേട്ടോ. എന്തായാലും പറിക്കാറായി, പക്ഷേ ഇനി അത് വലുതാവത്തില്ല. ഇനി നിൽക്കുന്ന 2 ചെടികളിലും ചെറുതായിട്ടൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു കോളിഫ്ലവറും കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ പീസാണ് സ്റ്റൂവിന് ടേസ്റ്റ് കൂടുതൽ, നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസിനേക്കാളും. അപ്പോൾ ഇനി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ വെള്ള കളറിലുള്ള സ്റ്റൂ ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പച്ചക്കറികൾ ഏത് വേണേലും ചേർക്കാം. എൻ്റെ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു കോളിഫ്ലവറും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയാലും നല്ല കേട്ടോ. മഷ്റൂം ചേർക്കാം, ഒക്കെ ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോളിഫ്ലവർ കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ആകെ ഒരു 10 പീസൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാലും ഫ്രഷായിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് ചേർക്കാമല്ലോ. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് എടുക്കുകയാണ്. കാശ്മീരി ഈ പിരിയമുളകുണ്ടല്ലോ, അതാണ് കേട്ടോ. ഒട്ടും എരിവ് കാണത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. വറ്റൽമുളകാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഒരു 2-3 ഒക്കെ എടുത്താൽ മതി. അതിൻ്റെ വറ്റൽമുളകിൻ്റെ ഉള്ളിലുള്ള കുരു കളയുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ എരിവ് കുറഞ്ഞിരിക്കും. ഈ പിരിയമുളകിനാകുമ്പോൾ ഒട്ടും സ്പൈസി അല്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ഒക്കെ ഇടാം. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിയേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എണ്ണ ചൂടാകുമ്പം കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്ക, 4-5 ഗ്രാമ്പൂ. പെരുംജീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, 2 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞതാണ്. എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ അളവും ശ്രദ്ധിച്ച് ചേർക്കണം, കാരണം നല്ല എരിവ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചതച്ച് വെച്ച ആ ഒരു പിരിയമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാടി വരണം നല്ലപോലെ. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചപ്പ് മാറണം, വറ്റൽമുളകിൻ്റെ ഒരു ചുവയും മാറണം. ഒരുപാട് സവോള നിറം മാറുമൊന്നും വേണ്ട. ഇനി ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഗ്രീൻ പീസും കോളിഫ്ലവറും ഇട്ടാൽ മതി. കോളിഫ്ലവർ പെട്ടെന്ന് വേവും. ഇതിൻ്റെ കൂടെ തന്നെ വേറെ പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. ഉരുളക്കിഴങ്ങെല്ലാം ഒരു 2-3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ആ മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടണ്ട, ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കറക്റ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഉരുളക്കിഴങ്ങല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വീശപ്പമാണ് കേട്ടോ. മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ വീശപ്പം കാണിച്ചപ്പോഴേ കുറേ പേര് ഇത് ഇടിയപ്പം തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇടിയപ്പം തന്നെയാണ്, പക്ഷേ ഇതുപോലെ പരന്ന പ്ലേറ്റിൽ വെച്ച് തിന്നായിട്ട് കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞങ്ങൾ വീശപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഈ കല്യാണ വീടുകളിൽ റിസപ്ഷനൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ചെറിയ ഇടിയപ്പം അല്ല, ഇതുപോലെ പരത്തി കുറച്ച് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വീശപ്പം എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ എപ്പോഴും വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും ഇതുപോലെ പരത്തിയെടുക്കണം. താഴെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, മുകളിൽ വേണമെങ്കിൽ തേങ്ങ ഇടാം.
നല്ലതാണ്. ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പോൾ ഒരാൾക്ക് 2 എണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതുണ്ടാക്കുന്ന സ്റ്റാൻഡ് എല്ലാ പാത്രക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് അമ്മ ഒത്തിരി വർഷം മുന്നേ വാങ്ങിയതാണ്, അതുകൊണ്ട് ഏത് കടയിൽ നിന്നാണെന്നൊന്നും ഓർക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തട്ടിഡലി ഉണ്ടാക്കുന്ന സ്റ്റാൻഡില്ലേ, അത് തന്നെയാണ്. അതിലും ഇതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വീശപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആമസോണിലോ പാത്രക്കടകളിലോ ഒക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി, വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് പീസുകളൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, തിക്കായി കിട്ടുകയും ചെയ്യും, കുറുകി കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാം. ആകെ കുറച്ചേ ഉള്ളൂ, ഒരു 10 പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കുറച്ചൊന്ന് ഉടഞ്ഞു പോയി കേട്ടോ, ഇത്രയും വേവണമെന്നില്ല. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാവേ. ഈ വറ്റൽമുളകൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് എരിവുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഈ പിരിയമുളക് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തീരെ സ്പൈസി അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഗ്രേവിക്കായിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി ഒന്ന് വെക്കാം. ഒരുപാട് വറ്റണ്ട, ജസ്റ്റ് ആ ഗ്രേവിക്ക് എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് വരണം. കോളിഫ്ലവർ ഒന്ന് വേവും വേണം. കോളിഫ്ലവറും ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോഴേക്കും വീശപ്പം ആയിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാവും. കാരണം വളരെ തിന്നായിട്ട് കട്ടി കുറച്ചല്ലേ പരത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്ത് സോഫ്റ്റാണെന്നറിയോ, ന്യൂഡിൽസ് പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഒട്ടും ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാസറോളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, സ്പൈസി ആണെന്ന് തോന്നുവാണെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വറ്റൽമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ചൊന്ന് എരിവ് കുറയ്ക്കാവേ. ആ കോളിഫ്ലവർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ഗ്രേവിയിൽ ഫുള്ളായിട്ട്, കറിയിൽ ഫുൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, വീശപ്പം വെജിറ്റബിൾ സ്റ്റൂ. പിന്നെ ഈ ഒരു കറി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കായാലും ഇതുപോലെ ഇടിയപ്പം അല്ലെങ്കിൽ വീശപ്പം, അപ്പം, ദോശ ഏതിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ്, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.